ശരിക്കും പറഞ്ഞാൽ ഇന്ന് വീഡിയോ ചെയ്യുന്നില്ല എന്ന് വിചാരിച്ച് തന്നെയായിരുന്നു. അപ്പം നമ്മുടെ ഫബ്രീസിയോ റൊമാനോ മാഞ്ചസ്റ്റർ യുണൈറ്റഡൊന്നും സമ്മതിക്കത്തില്ല. ബ്രേക്കിംഗ് ന്യൂസുകൾ ഓരോ ദിവസവും ട്രാൻസ്ഫർ വിൻഡോ തുടങ്ങിയപ്പോൾ മുതൽ ബ്രേക്കിംഗ് ന്യൂസുകളുടെ ബഹളമാണല്ലോ. അപ്പം ബ്രൂണോ ഫെർണാണ്ടസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. ബ്രൂണോ ഫെർണാണ്ടസ് അൽ ഹിലാലിൽ പോകും എന്ന് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷേ പോകത്തില്ല. പുള്ളി ആ ഒരു മൂവ് പുള്ളി റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ആ മൂവ് റിജക്റ്റ് ആയപ്പം മുതൽ പല ക്രിയേറ്റേഴ്സിനെയൊക്കെ നിങ്ങൾ നോക്കിയാൽ അവർ ബ്രൂണോയെ ലെജൻഡാണ്, ബ്രൂണോ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പൊക്കി അടിച്ച് നശിപ്പിക്കുന്നുണ്ട്. ഇത്രയും ദിവസവും ഇവരെല്ലാവരും ബ്രൂണോയെ വിൽക്കാൻ വേണ്ടിയും ബ്രൂണോയെ വിറ്റ് കഴിഞ്ഞാൽ അത്ര കാശ് കിട്ടും ഇത്ര കാശ് കിട്ടും, അതുകൊണ്ട് ആ പ്ലെയറിനെ മേടിക്കും ഈ പ്ലെയറിനെയൊക്കെ മേടിക്കും എന്നൊക്കെ പറഞ്ഞ് സ്വപ്നം കണ്ടുകൊണ്ടിരുന്ന വ്യക്തികളാണ്. ഇപ്പം പുള്ളി മഹാനാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കാരണം ഒന്നുമല്ല. എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായത്തിൽ 3-4 ദിവസം പുള്ളിയുടെ ഏജൻറ്റ് അവിടെ പോയി അവരുമായിട്ട് ഡിസ്കഷൻസ് നടത്തിയിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഇടങ്കോലിട്ടത് പുള്ളിയുടെ ഫാമിലിയാണ്. അപ്പോൾ ഇന്നലെ ആണെങ്കിലും മറ്റേ ക്യാൻസലോടെ എന്തൊരു ബർത്ത്ഡേ പാർട്ടിയിലൊക്കെ പുള്ളിയുടെ ക്യാൻസലോടെ ഒരു ബർത്ത്ഡേ പാർട്ടിക്കകത്ത് ആ ഒരു ഫോട്ടോസൊക്കെ ഉണ്ട്. അപ്പം ഞാനോർത്ത് മിക്കവാറും ഇതിന് തീരുമാനമായെന്ന് ഓർത്തതാണ്. പക്ഷേ ഇന്നത്തെ റിപ്പോർട്ട് അനുസരിച്ച് നമുക്കിപ്പം ബ്രൂണോ ഫെർണാണ്ടസ് യുണൈറ്റഡിൽ തന്നെ സ്റ്റേ ചെയ്യും. ബ്രൂണോ ഫെർണാണ്ടസ് യുണൈറ്റഡിൽ സ്റ്റേ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ പ്രശ്നം എന്തായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതായാലും 2 നമ്പർ 10s നമ്മൾ സൈൻ ചെയ്യും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പായി. ഒന്ന് മത്തേസ് കുണിയ, രണ്ടാമത്തെ എംബിയമോയുടെ കാര്യത്തിലും ഇന്നലെ ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഡേവിഡ് ഓൺസ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എംബിയമോ യുണൈറ്റഡിലോട്ട് വരാനാണ് പുള്ളി ആഗ്രഹിക്കുന്നത്. അപ്പം ആ ഒരു മൂവിൻ്റെ കാര്യത്തിലും എംബിയമോയുടെ മൂവിൻ്റെ കാര്യത്തിലും ആർസനലും അതുപോലെ തന്നെ ന്യൂകാസിലും ആയിരുന്നു നമ്മുടെ കോമ്പറ്റീഷൻ. അപ്പോൾ അതിൽ അവരെ രണ്ടുപേരെയും തഴഞ്ഞുകൊണ്ട് യുണൈറ്റഡിനെയാണ് പുള്ളി പ്രിഫർ ചെയ്യുന്നത്. പുള്ളി ഒരു യുണൈറ്റഡ് ഫാനാണ്, അതുകൊണ്ട് തന്നെയാണ് യുണൈറ്റഡിനെ പ്രിഫർ ചെയ്യുന്നത്. 15 20 റിലിഗേറ്റ് ആയാലും പുള്ളി യുണൈറ്റഡിലേക്ക് വരാനാണ് പുള്ളിക്ക് താല്പര്യം. ഒരു കുഴപ്പമില്ല. ഇനിയിപ്പം നമ്മളിപ്പോൾ റിജക്റ്റ് ആയി കഴിയുമ്പോൾ പലരുടെയും ഫാൻസ് ചിലപ്പം വന്ന് പറയും ഞങ്ങളൊന്നും പുള്ളിയുടെ പുറകെ ഒന്നും ഇല്ലായിരുന്നു എന്ന് പറയും. പക്ഷേ നമ്മളെയാണല്ലോ റിജക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ലിയാം ഡെലാപ്പ് നമ്മളെ റിജക്റ്റ് ചെയ്താണ് ചെൽസിയിലോട്ട് പോയത്. ഇറ്റ് ഹാപ്പൻസ്, അത് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ 2 ഫോർവേഡ്സിന് ഇപ്പം കുണിയുടെ കൂട്ടത്തിൽ എംബ്യൂമോയും കൂടാണ് വരാൻ വേണ്ടി ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ 2 നമ്പർ 10 നമ്മൾ സൈൻ ചെയ്യുമ്പോൾ ബ്രൂണോ എവിടെ കൊണ്ട് കളിപ്പിക്കും എന്നുള്ളത് വേറൊരു വലിയ ചോദ്യമാണ്. കാരണം ബ്രൂണോയെ നമ്പർ 8 ആയിട്ട് കളിപ്പിക്കാൻ പലരും പറയും. പക്ഷേ ബ്രൂണോ നമ്പർ 8 അല്ല. പ്രത്യേകിച്ച് ഈ റൂബൻ അമോറിമിൻ്റെ സിസ്റ്റത്തിൽ ബാക്കിൽ നിന്നൊക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ബ്രൂണോയെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്പർ 8 ആയിട്ട് കളിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്കെതിരെ ട്രാൻസിഷൻസ് അറ്റാക്ക് നമ്മളെ കൊല വിളിക്കും. ബ്രൂണോ എപ്പോഴും അപ് ടോപ്പ് ആയിരിക്കണം ബ്രൂണോ കളിക്കേണ്ടത്. എന്നാലേ ബ്രൂണോ അവിടെ നിന്നോട് ചാൻസ് ക്രിയേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഗോൾ സ്കോർ ചെയ്യാനോ ഒക്കെ അപ് ടോപ്പ് തന്നെ കളിക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇനി ഫോൾസ് 9 ഇനി സിസ്റ്റത്തിൽ തന്നെ എന്തെങ്കിലും വ്യത്യാസം വരുത്തുമോ, ഈ 2 നമ്പർ 10s കുറേ കൂടെ പുഷ് ചെയ്തുകൊണ്ട് അവരുടെ തൊട്ട് ബാക്കിൽ ബ്രൂണോയെ കളിപ്പിക്കുമോ, എന്താകും എന്നെനിക്കറിയത്തില്ല. ബ്രൂണോ പോയാലും അത്ര വലിയ പ്രശ്നം ഇല്ലായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ സ്റ്റിൽ ഇപ്പോഴും ഉള്ള അഭിപ്രായം. അല്ലാതെ ബ്രൂണോ ഇപ്പം പോകുന്നില്ല എന്ന് വിചാരിക്കുമ്പോൾ ബ്രൂണോയെ എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. ബ്രൂണോ നമ്മുടെ മെയിൻ പ്ലെയറാണ്, ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്ത പ്ലെയറാണ്. പക്ഷേ ഈ സിസ്റ്റത്തിലും നമ്മുടെ കറണ്ട് സിറ്റുവേഷനിലും ബ്രൂണോ പോയിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ടീമിനെ ഹെൽപ്പ് ചെയ്തേനെ എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. എന്ന് പറഞ്ഞുകൊണ്ട് ഹെൽപ്പ് ചെയ്യത്തില്ലെന്നല്ല, സിസ്റ്റം വൈസ് നമുക്ക് കുറേ കൂടെ അഡാപ്റ്റ് ചെയ്യുന്ന തരത്തിൽ കുറേ കൂടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരായിരുന്നു. ഇപ്പോൾ ഏതായാലും ഗർണാച്ചോ അതുപോലെ തന്നെ റാഷ്ഫോർഡ്, സാൻജോയുടെ സെയിലിൻ്റെ കാര്യത്തിലും ചെൽസി മേടിക്കത്തില്ലെന്ന് കേൾക്കുന്നുണ്ട്. കാരണം സാൻജോയുടെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ 200K പെർ വീക്കിന് മുകളിലാണ്. കാരണം യുണൈറ്റഡിൽ ഓൾമോസ്റ്റ് 350K മുകളിലാണ് പുള്ളിയുടെ സാലറി. അപ്പം പുള്ളി മാക്സിമം ഒരു 200K നിൽക്കാൻ വേണ്ടിയാണ് പുള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ചെൽസിയുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ 100K to 150K അതിൻ്റെ ഉള്ളിലുള്ള ഒരു സാലറിയാണ് അവർ ഓഫർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സാൻജോയുടെ റെപ്രസെൻറ്റേറ്റീവ്സും അതുപോലെ തന്നെ ചെൽസി നമ്മളുടെ ഡിസ്കഷൻസ് അത്ര സ്മൂത്തായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ചെൽസി 5 മില്യൺ കൊടുത്ത് ഈ മാരണത്തെ ഒഴിവാക്കും എന്ന് തന്നെയാണ് കേൾക്കുന്നതാണ്. പിന്നെ നമ്മുടെ ഇവിടെ വന്നിട്ട് നമ്മൾ ആർക്കെങ്കിലും കൊണ്ട് വെക്കേണ്ടി വരും. അപ്പം ഈ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ റാഷ്ഫോർഡ്, ഗർണാച്ചോ, സാൻജോ ഇങ്ങനത്തെ പ്ലേയേഴ്സ്, പ്രത്യേകിച്ച് റാഷ്ഫോർഡും അതുപോലെ തന്നെ ഗർണാച്ചോ നമ്മുടെ അക്കാഡമി പ്ലേയേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവരെ വിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മാക്സിമം പ്രോഫിറ്റ് നമുക്ക് അത് ഫുൾ എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ തന്നെ പുതിയ പ്ലെയേഴ്സിനെ സൈൻ ചെയ്യുമ്പോഴാണെങ്കിലും 4-5 വർഷത്തെ കോൺട്രാക്റ്റിൽ നമ്മൾ സൈൻ ചെയ്യുമ്പോഴത്തേനും അത് ഓരോ വർഷമായിട്ട് ഡിവൈഡഡ് ആയിട്ടാണ് ആ ഒരു എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ ഒരു എന്നാ പറയുന്നത് FFPയുടെ റൂൾസും PSRൻ്റെ റൂൾസും ഒക്കെ വെച്ചിട്ട് അവർ ആ ഒരു ഡിവൈഡ് കോൺട്രാക്റ്റിൻ്റെ ഇതനുസരിച്ച് അമോർട്ടൈസേഷനൊക്കെ ചെയ്ത് ഡിവൈഡ് ചെയ്താണ് ഓരോ വർഷത്തെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇനിയും ആൾക്കാരെ സൈൻ ചെയ്യാം. നമ്മുടെ സെയിൽസ് വളരെ ക്രൂഷ്യലാണ്. പ്രത്യേകിച്ച്
റാഷ്ഫോർഡ്, ഗർനാച്ചോ, സാൻജോ ഇങ്ങനത്തെ പ്ലേയേഴ്സിൻ്റെ സെയില് നമുക്ക് കൂടുതൽ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. അപ്പോൾ എന്താണേലും രണ്ടാമത്തെ സൈനിങ് എംബ്യൂമോ ആണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ ഒരു മാസത്തിന് മുന്നേ മുതലേ എംബ്യൂമോ ആയിട്ടുള്ള ഡിസ്കഷൻസ് കാര്യങ്ങളൊക്കെ യുണൈറ്റഡ് നടത്തുന്നുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ ഒരു പേഴ്സണൽ ടേംസ് ഒക്കെ ഓൾറെഡി എഗ്രീഡാണ്. അപ്പം ബ്രെൻഫോർഡുമായിട്ടുള്ള ആ ഒരു ഫീ മാത്രമാണ് നമുക്ക് പെൻഡിങ് ആയിട്ടുള്ളത്. ബ്രെൻഫോർഡ് 50 മില്യൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഇപ്പോഴത്തെ അനുസരിച്ച് ബ്രെൻഫോർഡ് എന്താണെങ്കിലും കുണിയയുടെ ആ ഒരു സെയിം പ്രൈസ് തന്നെ അവർ ചോദിക്കും എന്നാണ് പറയപ്പെടുന്നത് അല്ലെങ്കിൽ കേൾക്കുന്നത്. പിന്നെ ഹോയിലൻഡിന് വേണ്ടി ഇൻ്റർ ഓഫറുമായിട്ട് മുന്നോട്ട് വരുന്നുണ്ട്. ഏകദേശം 33 മില്യൺ പൗണ്ട്സോളം ഓഫർ ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഇൻ്ററിലോട്ട് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അവർക്ക് ഓൾറെഡി തുറാമുണ്ട്, ലൊത്താരോ മാർട്ടിനസ് ഉണ്ട്. പിന്നെ ഈ ഹോയിലൻഡിനെ കൂടെ ആവശ്യം എന്താണെന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ അവർക്ക് വേണമായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇപ്പം ഹോയിലൻഡിനെ ഇപ്പം നമ്മളിപ്പോൾ ഒരു നമ്പർ 1 ചോയ്സ് സ്ട്രൈക്കറെ കൊണ്ടുവരികയാണെങ്കിൽ ഹോയിലൻഡിനെ ഒരു നമ്പർ 2 ആയിട്ട് വേണമെങ്കിലും നമുക്കിവിടെ കളിപ്പിക്കാം. നമ്പർ 1 ആയിട്ട് കളിപ്പിക്കാമായിരുന്നു, അത് നമ്പർ 2 ആയിട്ട് കളിപ്പിച്ച് കുറേ കൂടെ ആ ഒരു പ്രഷർ ഇല്ലാതെ കളിച്ചാൽ ചിലപ്പം ചെക്കൻ അടുത്ത സീസണിൽ ചിലപ്പം രക്ഷപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കർ, നമ്പർ 1 സ്ട്രൈക്കർ വരട്ടെ, ഗ്യോക്കോറസ് വരണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാൻ. ഒരു പിടുത്തമില്ല. അപ്പം അതൊക്കെയാണ് എനിക്ക് വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം പെട്ടെന്നുള്ള ഒരു ക്വിക്ക് റിയാക്ഷനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഭിന്നം കമൻസ് ആയിട്ട് ഇടുക.